ഹലോ. നമ്മളിന്ന് പോകാൻ പോകുന്നത് മഞ്ഞപ്പള്ളി ട്രെക്കിംഗ് വ്യൂ പോയിൻറ്റിലേക്കാണ്. കണ്ണൂരാണ് സ്ഥലം, പാലക്കോട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നാദാപുരം ഏരിയയിൽ നിന്നാണ്. നമുക്ക് ഏകദേശം ഒരു 2.5 hours ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ കാണാം. രാവിലെ ഞങ്ങൾ നല്ല മഴയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ കമ്പാരിറ്റീവ്ലി തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. പിന്നെ ചില സ്ഥലത്തെത്തുമ്പോൾ ചെറുതായിട്ട് ഒരു ചാറ്റൽ മഴ പോലെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളീ പോകുന്ന റൂട്ട് നാദാപുരം, പാനൂർ, ഇരിട്ടി, ആലക്കോട് ആ ഒരു റൂട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല റോഡായിരുന്നു. വണ്ടികളൊക്കെ പൊതുവെ കുറവായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ട്രാവലിംഗ് ടൈം, എക്സ്പെക്റ്റഡ് ട്രാവലിംഗ് ടൈം ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന സമയത്ത് തന്നെ എത്താൻ പറ്റി. പോകുന്ന വഴി ഇരിട്ടി ഭാഗത്തെത്തിയപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ അവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കണ്ണൂരിൻ്റെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടായ പാലക്കയം തട്ട്, പൈതൽമല, അതുപോലെ തന്നെ കാപ്പിമല വാട്ടർഫാൾസ്, അതൊക്കെ ഈ സെയിം റൂട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ഏരിയ തന്നെയാണ് വരുന്നത്. അവിടെ എത്തിയപ്പോഴേക്കും പാർക്കിംഗ് സ്പോട്ടിൽ അത്യാവശ്യം നല്ല വണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. ഏകദേശം 2-2.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടായിരുന്നു. സോ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കണം. പെർ ഹെഡ് 70 rupees. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. സോ 140. ഗൈസ്, ഈ കാണുന്നതില്ലേ, ഇതാണ് മഞ്ഞപ്പുല്ല് മല. ഇവിടെയാണ് നമ്മൾ കയറേണ്ടത്. എനിക്ക് തോന്നുന്നു മഞ്ഞ് കൂടിയിട്ട് അതിന് ടോപ്പിൽ കാണുന്നില്ല. പക്ഷേ ഇത് ആക്ച്വലി കുറച്ച് ദൂരം ഉണ്ടെങ്കിലും പോകുന്ന വഴി അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. കണ്ടില്ലേ, ചുറ്റും കാട്, മഞ്ഞ് മൂടി കിടക്കുന്ന ഭൂപ്രദേശം. നമ്മളെ ഏകദേശം പകുതിയോളം ആയിട്ടേ ഉള്ളൂ. ഇനിയും ഇതിൻ്റെ പകുതിയുണ്ട്. മീൻസ് അറൗണ്ട് 1.5 kilometer കഴിഞ്ഞു. അല്ല മിന്നോ, മഞ്ഞപ്പള്ളി ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 10 മിനിറ്റോട് കഴിയുന്നോളും. പിന്നെ അങ്ങോട്ടുള്ളത് സ്റ്റീപ്പ് കയറ്റമാണ്. പക്ഷേ ഇതിൽ എന്താ പറയുക, ആ കാലാവസ്ഥ ഉണ്ടല്ലേ, മഞ്ഞ് മൂടി കിടക്കുന്നൊരു ആ ഒരു കാലാവസ്ഥയിൽ തന്നെ നമുക്ക് എന്താ പറയുക, കയറി പോകാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടും. മഞ്ഞ് മാറിയതിന് ശേഷമുള്ള വിഷ്വൽസാണ് കേട്ടോ അത്. ഞങ്ങൾ ഏകദേശം ഒരു 45 minutes അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മഞ്ഞൊന്ന് മാറാൻ. പക്ഷെ നോക്കിയേ, അടിപൊളി വിഷ്വൽസാണ്. ആ ഒരു ഫുൾ ലെങ്ത് വ്യൂ കാണുന്നുണ്ടല്ലോ. മഞ്ഞപ്പള്ളി ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 7 മണിക്ക് ശേഷമാണ്. 7 മണി മുതൽ 3 മണി വരെയാണ് ട്രെക്കിംഗ് എൻട്രി ടൈം. പിന്നെ തിരിച്ചിറങ്ങാൻ വൈകുന്നേരം 5 മണി വരെ സമയമുണ്ട്. ഇവിടെ ഒരു ട്രെക്കിംഗ് ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും. ഞങ്ങൾ ഏകദേശം രാവിലെ 10 മണിയോട് കൂടിയാണ് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുകളിലെത്തുമ്പോഴത്തേക്കും ഏകദേശം 12:15 ആയി. പക്ഷേ കണ്ടില്ലേ, മുകളിലെത്തിയാൽ നമുക്ക് ഏകദേശം 2.5 കിലോമീറ്ററോളം പിന്നെയും ട്രക്ക് ചെയ്യാം. ഒരു മലയിൽ നിന്ന് വേറെ മലയിലേക്ക് നടന്നു പോകാം. പക്ഷേ അത് സ്റ്റീപ്പൊന്നല്ല, നോർമൽ ട്രക്കിംഗ് ആണ്. വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് പോവാം. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഹിൽ സൈഡ് ലാൻഡ്സ്കേപ്പാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. പിന്നെ ഇതൊരു മോഡറേറ്റഡ് ട്രെക്കിംഗ് ആയതുകൊണ്ട് തന്നെ വരുമ്പോൾ വെള്ളവും കഴിക്കാൻ എന്താ എടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. പക്ഷെ ഒന്നും പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ ഇടാതെ തിരിച്ചു കൊണ്ടുപോവുക. അങ്ങനെ ഞങ്ങൾ താഴെ ഓൾമോസ്റ്റ് റീച്ചായി. മുകളിലേക്ക് പോകാൻ ഏകദേശം ഒരു 2.5 മണിക്കൂർ അങ്ങോട്ട് എടുത്ത്. തിരിച്ചു വരാൻ റഫ്ലി
1 മണിക്കൂർ 1.25 മണിക്കൂർ. പക്ഷെ ഇറങ്ങി വരുന്നതാണ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട്. ബട്ട് ഇറ്റ് വാസ് നൈസ്. വ്യൂ വാസ് നൈസ്. ഏകദേശം ഒരു 3 മണിയോടെ കൂടെ നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എടുക്കണം. ബൈ.